നമസ്കാരം. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ, എൻ്റെ കൂടെയുള്ള സഞ്ജയ്. ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീജിന്റെ നെറ്റ്വർക്കിംഗ് ഗൈഡിലെ ആദ്യത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ഇതാണ് ബീജിന്റെ ആദ്യത്തെ നെറ്റ്വർക്കിംഗ് പ്രോഗ്രാം. കാണും, ഇതൊരു 47 വരിയാണുള്ളത്. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന വേർഷന് ഒരു വലിയ ബ്ലോബ് ഓഫ് ടെക്സ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ആദ്യം ഇതിന് ഫീൽ ചെയ്യുമെങ്കിലും നമ്മളിത് വളരെ ആ, വളരെയധികം ഇതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇതിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഞാനിത് എഴുതി ഒന്നിലധികം പ്രാവശ്യം എഴുതി പഠിച്ചതാണ് ഈ കാണുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഈ അവസാനത്തെ വർഷം തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതൊരു ലോഞ്ച് ഡോട്ട് ജെയ്സണിൽ വന്നിട്ട് ഇവിടെ ടെസ്റ്റ് 4 ആണ്. ഓക്കെ, ബ്ലാക്ക് ടേം. നമുക്ക് ഗൂഗിൾ.കോമിന്റെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഡീബഗർ ഉപയോഗിക്കണ്ട, നമുക്ക് ഡീബഗർ ഉപയോഗിക്കാതെ ട്രൈ ചെയ്ത് നോക്കാം. സി ഡി ആസ് പെർ മൈ ഒപ്പീനിയൻ, ഇത് ആദ്യം ഈ പ്രോഗ്രാം എന്ത് ചെയ്യുന്നു, എന്തിനുള്ളതാണ്, ഇതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തതിനു ശേഷം ഇതിന്റെ വർക്കിംഗ് കാണിക്കലായിരിക്കും ബെറ്റർ എന്നുള്ളതാണ്. ഓക്കെ, എന്നങ്ങനെ ചെയ്യാം. നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് കമാൻഡ് ലൈനിൽ നിന്ന് കമാൻഡ് ലൈനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു. കമാൻഡ് ലൈനിൽ നിന്ന് ഒരു URL ആക്സെപ്റ്റ് ചെയ്യും. URL മീൻസ് ഡൊമൈൻ ആക്സെപ്റ്റ് ചെയ്യും. ആ ഡൊമൈനിനെ ഇപ്പൊ ARG1 ഇവിടെ ആ ARG1 കിടക്കുന്ന ഡൊമൈനിനെ അതിന്റെ IP അഡ്രസ്സുകളെ ക്വറി ചെയ്തെടുക്കും DNS ഉപയോഗിച്ച്. എന്നിട്ട് അതിന് IPv4 അഡ്രസ്സുകൾ ഉണ്ടാവാം, IPv6 അഡ്രസ്സുകൾ ഉണ്ടാവാം. അപ്പോൾ ഏതാണെന്നനുസരിച്ച് അതിനെ പ്രിന്റ് ചെയ്യും ഇവിടെ. അപ്പൊ ഇത്രയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ബാക്കിയുള്ള ഞാൻ ഇപ്പൊ ഞാൻ തൊടാത്ത വരികളെല്ലാനും ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള വരികളാണ്. അതായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, കോപ്പി CD. ഒരു നിമിഷം. ഓക്കെ, ഞാനിവിടെ ഗെറ്റ് ADDR info test 4 ഇതാണ് എൻ്റെ പ്രോഗ്രാമിൻ്റെ പേര്. ഞാനത് എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പൊ കമാൻഡ് ലൈനിൽ ഞാൻ ഒന്നും കൊടുത്തില്ല, വെറുതെ ആ പ്രോഗ്രാം സാധാരണ നോർമൽ ആയിട്ടുള്ള എക്സിക്യൂഷനിൽ ഇവിടെ ഒരു എറർ ആയിരിക്കും കാണിക്കുക, ഇൻകറക്റ്റ് യൂസേജ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ആ ബൈനറിയുടെ പേര് കൊടുത്തതിന് ശേഷം ഒരു ഡൊമൈൻ കൊടുക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ google.com ആണ് കൊടുക്കാൻ പോകുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇത് ഗൂഗിളിന്റെ DNS റെക്കോർഡിൽ 2 അഡ്രസ്സാണുള്ളത്. നിലവിൽ ഇപ്പോ ഇത് സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ വാല്യൂസ് അല്ല ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. എനിവേ, കറണ്ട്ലി ഇതാണ് ഗൂഗിളിന്റെ IP അഡ്രസ്സ്. അപ്പൊ IPv4 അഡ്രസ്സാണ് ഇത്, IPv6 അഡ്രസ്സാണ് ഈ കാണുന്നത്. അപ്പോൾ IP അഡ്രസ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. അതിനെപ്പറ്റി പറയണോ സഞ്ജയ്? ഒരു ഷോർട്ട് ഇതിൽ പറഞ്ഞേക്ക്. ഓക്കെ, അപ്പോൾ IP അഡ്രസ്സുകൾ ഉപയോഗിക്കുന്നത് തപാൽ ആപ്പീസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ ഒരു തപാൽ സർവീസ് ആയിട്ട് കാണുകയാണെങ്കിൽ തപാൽ ആപ്പീസുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത്
IP അഡ്രസ്സുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ അപ്പുറത്ത് ഇപ്പൊ നമുക്ക് ഒരു പോർട്ട് ഉണ്ടാവും ചില സമയത്ത്. ആഹ് ആ പോർട്ട് ഉപയോഗിക്കുന്നത് ആ ഒരു ആ വീടിന്റെ ഉള്ളിൽ തന്നെ ഒരു വീട്ടിൽ തന്നെ പല ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ ആ ഏതാൾക്കാണ് ആ തപാല് വന്നിരിക്കുന്നതെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോർട്ട് തീരുമാനിക്കുന്നത്. അപ്പൊ ആ ഒരു റഫ് അനാലജി ഉപയോഗിച്ചിട്ടാണ് ഞാൻ സംസാരിക്കണേ. അപ്പോ IPv4 വളരെ പഴയതായിട്ടുള്ള ഒരു IP വെർഷൻ ആണ്. ഇത് ഈ IPയുടെ 4ാമത്തെ വെർഷൻ ഇറങ്ങുമ്പോൾ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡിവൈസസ് ഓൾറെഡി ഇത് വെച്ചിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റും. അതായത് യുണീക്ലി അഡ്രസ് ചെയ്യാൻ പറ്റും നെറ്റ്വർക്കിൽ. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്റർനെറ്റ് വളരെയധികം വളർന്നു. അപ്പൊ ഇത്രയും വളർച്ചയിലേക്ക് ഇന്റർനെറ്റ് പോകുന്നു. ഇന്റർനെറ്റ് ഉണ്ടാക്കിയ ആൾക്കാരോ അതിന് ഗവേണൻസ് നടത്തിയ ആൾക്കാരോ പ്രതീക്ഷിച്ചില്ല. അപ്പോ ഒരുപാട് IP അഡ്രസ്സുകൾ വലിയ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തു. ഇപ്പൊ MIT ക്ലാസ് എ ലെവൽ IP അഡ്രസ്സുകളുണ്ട്. അതുപോലെ ആപ്പിളിനുണ്ട്, IBM, അതുപോലെ കമ്പനികൾക്ക്, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും എല്ലാവർക്കും കോടാനുകോടി ഡിവൈസുകൾ അഡ്രസ് ചെയ്യാനുള്ള കഴിവ് കൊടുത്തു. അപ്പോ ഇത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 2000ങ്ങളിലേക്ക് അല്ലെങ്കിൽ 1900ങ്ങളിലേക്ക് ഒക്കെ എത്തിയപ്പോഴേക്കും സമയം കാലഘട്ടം അത്ര കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഇന്റർനെറ്റ് വളരെയധികം പോപ്പുലർ ആവാൻ തുടങ്ങി. കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇന്റർനെറ്റിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ അവർക്ക് എല്ലാവർക്കും IP അഡ്രസ്സ് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് പുറത്ത് മറ്റുള്ള കമ്പ്യൂട്ടറുകളുമായിട്ട് ആശയവിനിമയം നടത്താൻ പറ്റുള്ളൂ. അങ്ങോട്ടും മെസ്സേജ് അയക്കാനും അയച്ച മെസ്സേജിന് റിപ്ലൈ തിരിച്ചെടുക്കാനും. അപ്പോ ആ ഒരു യൂണിക് അഡ്രസ് ആണല്ലോ IP അഡ്രസ്. അപ്പോ അത് നമ്പർ ഓഫ് ആൾക്കാർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്ലോർഡ് ചെയ്തപ്പോ നമ്പർ ഓഫ് ആൾക്കാർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് എക്സ്പ്ലോർഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോ നമുക്ക് IP അഡ്രസ്സുകൾ തീർന്നു പോകുന്നുള്ള അവസ്ഥ എത്തിയപ്പോഴാണ് നമ്മള് വിൻസെർഫ് എന്ന് പറഞ്ഞൊരു കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ട്. പുള്ളിക്കാരൻ ഇന്റർനെറ്റിന്റെ ഒരു വലിയ ഡിസൈനർ അങ്ങനെ എന്തോ ഉള്ള ഒരാളാണ്. ഈ പുള്ളിക്കാരൻ പ്രൊഡിക്റ്റ് ചെയ്തു. ആഹ് അതായത് നമ്മുടെ സ്ക്രീൻ ഷെയറിംഗ് ആണോ? അതെ അതെ, ഓക്കെ. കാണുന്നു. വിൻസെർഫ് പ്രൊഡിക്റ്റ് ചെയ്തു IPv4 അഡ്രസ്സുകൾ തീർന്നു പോകുന്നു. IP അഡ്രസ്സിങ്ങിന്റെ അടുത്ത വെർഷൻ ഇറക്കേണ്ട സമയമായി എന്നും പുള്ളിക്കാരൻ പറയുകയുണ്ടായി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇനി ഒരിക്കലും IP അഡ്രസ്സുകൾ തീർന്നു പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി IPv6 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോ IPv6-ല് നല്ല നീളം വരുന്ന അഡ്രസ്സുകളാണ് വരിക. ഇത് എത്ര ബിറ്റ് ആണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. കൃത്യം കണക്കുണ്ട്. ഇപ്പൊ IPv4 അഡ്രസ് ആണെങ്കിൽ ഇത്ര ബിറ്റ് എന്നും ഉണ്ടാവും. അപ്പൊ അതുപോലെ IPv6 അഡ്രസ്സിനും ഇത്ര ബിറ്റ് ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. സോ ദാറ്റ് പർട്ടിക്കുലർ നമ്പർ ഓഫ് ബിറ്റിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിലുള്ള ഈച്ച് ആൻഡ് എവരി ആറ്റത്തിനെ വരെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ. അത്രയും വലിയ ഒരു അഡ്രസ് സ്പേസ് ആണ് IPv6 തരുന്നത്. പക്ഷെ ഇത് പല റൂട്ടറുകളും കാര്യങ്ങളും ഇപ്പോഴും പഴയതാണ്. അവ IPv6 സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ പല കാരണങ്ങളാലും IPv6ന്റെ അഡോപ്ഷൻ കുറവാണ്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാല് അപ്പൊ ഈ പ്രശ്നം IP അഡ്രസ്സുകൾ തീർന്നു പോകുന്നുള്ള പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരിയർ ഗ്രേഡ് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജി കൊണ്ടുവരികയാണ് ചെയ്തത്.
ഇത് ഈ ടെക്നോളജി ഉപയോഗിച്ച് ഒരു നെറ്റ്വർക്കിന്റെ ഉള്ളില് ആഹ്, ഇപ്പോ രണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് രണ്ട് IP അഡ്രസ് മതി എന്നുള്ള ഒരു രണ്ട് റൂട്ടറാണ്. ഓരോ നെറ്റ്വർക്കിന്റെ എൻഡിൽ വരുന്ന റൂട്ടറുകൾക്ക് മാത്രം എൻ പോയിന്റുകൾ, അതായത് IP അഡ്രസ് മതി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ വന്നതോടെയാണ് IP അഡ്രസ്സുകൾ തീർന്നു പോകുന്നുള്ള പ്രശ്നം, ആഹ്, ആ ഒരു ആങ്സൈറ്റി നമുക്ക് ഇല്ലാണ്ടായി. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾക്ക് മുമ്പ് തന്നെ IP അഡ്രസ്സ് തീർന്നു എന്ന് നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് കാണുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ആയിരിക്കില്ല. അപ്പൊ അതാണ് IP അഡ്രസ്സ്. അപ്പോ ആഹ്, ആ നമ്മള് ബീജിന്റെ ആദ്യത്തെ പ്രോഗ്രാം ചെയ്യുന്ന ഇതാണ്. ഒരു ഡൊമെയിൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഫേസ്ബുക്ക് കൊടുത്തു നോക്കാം നമുക്ക്. www.facebook.com. അപ്പോ ഈ കാണുന്നതാണ് ഫേസ്ബുക്കിന്റെ ഇപ്പോഴത്തെ IP അഡ്രസ്സ്. ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത സമയത്തെ IP അഡ്രസ്സ്. ഓക്കെ, ഇത് പബ്ലിക് ഇൻഫർമേഷൻ ആണ്. എനിവേ, അപ്പോ ആഹ്, ഈ IP അഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൺസോളിൽ ലോഗ് ചെയ്യുക. ഇതാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി പ്രോഗ്രാമിലേക്ക് കടക്കാം. ഈ കാണുന്നത് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഡോട്ട് നെറ്റിലോ അല്ലെങ്കിൽ ജാവയിലോ പൈത്തണിലോ നമ്മൾ ഇമ്പോർട്ട് അല്ലെങ്കിൽ യൂസിങ് സ്റ്റേറ്റ്മെന്റുകൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അപ്പോ സിമിലർ കൺസെപ്റ്റ് ആണ് ഇൻ C++ ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റുകൾ. വേറൊരു ഫയലിലെ സാധനം ഇവിടെ കൊണ്ടുവന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നു, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ ഇപ്പൊ ജാവയിലെയോ C#ലെയോ അല്ലെങ്കിൽ പൈത്തണിലെയോ അത്ര സൊഫിസ്റ്റിക്കേറ്റഡ് അല്ല ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ്സ്. ഇത് ജസ്റ്റ് ടെക്സ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ ഓൺ കോൺട്രറി ടു മറ്റേ സി ഇപ്പോ അത് ഈ stdio.hലെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആയിരിക്കും. നമുക്കിവിടെ പ്രൈവറ്റ് പബ്ലിക് പ്രൊട്ടക്റ്റഡ് എന്നുള്ള രീതിയിൽ ഫൈൻ ഗ്രൈൻഡ് ആയിട്ട് വിസിബിലിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് സാധ്യമല്ല ഇവിടെ. അപ്പോ ആസ് വി ഗോ നമുക്ക് ഓരോ യൂസിങ് സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെ സിസ്കോൾസിന് വേണ്ടിയുള്ളതാണെന്ന് പറയാം. ആദ്യം തന്നെ നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ചെക്ക് ചെയ്യുന്നു. അതിന്റെ കൗണ്ട് രണ്ടല്ലെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യണം, ഇൻകറക്റ്റ് യൂസേജ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു ഡൊമെയിൻ കൊടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിലധികം ഡൊമെയിൻ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രോഗ്രാം കൃത്യമായിട്ട് പ്രവർത്തിക്കില്ല എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മളവിടെ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ERRX എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വരുന്നത് ERR.Hൽ നിന്നാണ്. അപ്പോ ERRX-ഉം ഈ രണ്ട് എറർ ഫങ്ഷൻസ് ഉണ്ട്, ERRX-ഉം ERR-ഉം. ഇപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു ഗ്ലോബൽ എറർ നമ്പറിനെ പറ്റി. എന്തെങ്കിലും ഒരു സിസ്കോൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ സിസ്കോളിന്റെ എറർ കോഡ് ഒരു ഗ്ലോബൽ എറർ നമ്പറിൽ സെറ്റ് ആവുമായിരുന്നു. അപ്പൊ അത് അങ്ങനെ ഒരു സാധനം ഇവിടെ സെറ്റ് ആവുന്നില്ല, കാരണം ഒരു സിസ്കോളും ഇവിടെ ഫെയിൽ ആയിട്ടില്ല. നമ്മുടെ ഒരു ലോജിക്കൽ ഇവിടെ സംഭവിക്കുന്ന ഒരു ലോജിക്കൽ എററാണ്. അപ്പോ ERR എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഗ്ലോബൽ എറർ കോഡ് ചെക്ക് ചെയ്തിട്ട് ആഹ്, അതിനെ ഗ്ലോബൽ എറർ കോഡ് ചെക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണ്. ഇത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് സീറോ ആയിരിക്കും, കാരണം ഇവിടെ സിസ്കോൾസ് ഒന്നും ഫെയിൽ ആയിട്ടില്ല. അപ്പോ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ കണ്ട എററിൽ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്താല് ഇവിടെ ഗെറ്റ് ADDR ഇൻപുട്ട് test4 എന്ന് പറഞ്ഞിട്ട് ഈ കോളം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സക്സസ് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് എഴുതി വരും. സക്സസ്, ആ സക്സസ് ഈവൻ ദോ ഇറ്റ്സ് എ ഫെയിലിയർ, അവിടെ സക്സസ് എന്ന് എഴുതി വരും. ആ സക്സസ് എന്ന് എഴുതി വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ എറർ നമ്പർ സീറോ ആയിരിക്കും. ഗ്ലോബൽ എറർ നമ്പർ സീറോ ആണെങ്കിൽ അതിന്റെ അർത്ഥം ഈ എറർ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അർത്ഥം ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു എന്നാണ്. അപ്പോ അത് നമ്മളിവിടെ അപ്പൊ ആ ഗ്ലോബൽ എറർ നമ്പറിനെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് അതിനെ നോക്കണ്ട, നിങ്ങൾ ഇത് ജസ്റ്റ് എക്സിറ്റ് ചെയ്യൂ എന്ന് പറയുന്നതിനാണ് നമ്മൾ ERRX ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ അതില്
നമുക്ക് പറയുമ്പോ അഗെയിൻ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട പേര് എന്ന് പലർക്കും ചിന്തിക്കാം. നാച്ചുറൽ ആയിട്ട് ചിന്തിക്കാവുന്നുള്ളൂ. ഇപ്പൊ സിയില് C++ലും നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ കാണുന്നൊരു കാര്യമാണ് പല ഫങ്ഷൻസിന്റെ പേരും ഇറ്റ് ഡസൻ മേക്ക് സെൻസ്. ഇപ്പൊ ഇവിടെ AF ഫൺസ്പെക് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോന്നും സെറ്റ് ചെയ്യുന്നതും ഓരോന്നും ചെയ്യുന്നതും. ഇപ്പൊ പല ഫങ്ഷൻസ്, ഇപ്പൊ മെംസെറ്റ് ഇതൊക്കെ പിന്നെ മെമ്മറി സെറ്റ് എന്നൊക്കെ വായിക്കാം. പക്ഷെ ചില വാക്കുകൾ അങ്ങനെ ഇപ്പൊ തൊട്ട് താഴെ കാണുന്ന ഈ ഐനെറ്റ് എൻ ടോപ്പ്, ഇത് ഏഹ്, ഇത് ഈ ഫംഗ്ഷന്റെ പേരിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്ത് നോക്കിയാലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മാൻ പേജസ് എടുത്ത് നോക്കിയാലേ പറ്റുള്ളൂ. ഇത് ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. പക്ഷെ കോൺട്രറി ടു ഹൈ ലെവൽ ലാംഗ്വേജസ്, അതായത് പൈത്തണോ C#, ജാവയോ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഫങ്ഷൻസും എല്ലാ ക്ലാസ്സുകളും എല്ലാ ക്ലാസ്സുകളിലെ മെത്തേഡുകളും എല്ലാം നമുക്ക് വായിച്ചാൽ പേര് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും കോഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ ഇത്രയും സിമ്പിൾ ടേബിള് ഒത്തിരി വലുതാവാതിരിക്കാൻ വേണ്ടിയാണ്. ഈ സി ഡെവലപ്പായ സമയം, അത് 1980 ഒക്കെയാണ്. ആ കാലഘട്ടത്തിലാണ് സി ലാംഗ്വേജ് ഉണ്ടാവുന്നതും ഇവോൾവ് ചെയ്യുന്നതും. അപ്പോ ആ സമയത്തെ കമ്പ്യൂട്ടറുകൾക്ക് വളരെ പരിമിതപ്പെട്ട കമ്പ്യൂട്ടിംഗ് ശേഷിയാണ് ഉണ്ടായിരുന്നത്. മെമ്മറി ലൈക്ക് സ്റ്റോറേജും മെമ്മറി എല്ലാനും വളരെ പരിമിതപ്പെട്ട ഒരു എൻവയോൺമെന്റിലായിരുന്നു ഡെനിസ് റിച്ചി ഒക്കെ സി പോലത്തെ ലാംഗ്വേജ് ഉണ്ടാക്കിയത്, സി ഉണ്ടാക്കിയത്. അപ്പോ നമുക്ക് സിമ്പിൾ ടേബിളുകൾ, അതായത് ഈ ഐഡന്റിഫയറുകളും ഇതിന്റെ ഇംപ്ലിമെന്റേഷനും തമ്മിലുള്ള കോറിലേഷൻ, ആ ഒരു മാപ്പിംഗ് സൂക്ഷിക്കുന്ന ടേബിളാണ് സിമ്പിൾ ടേബിൾ. അത് ഒരുപാട് വലുതായി കഴിഞ്ഞാൽ അത്രയും സ്റ്റോറേജ് ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് പല ഉം, സാധനങ്ങളുടെ പേരുകൾ ഇങ്ങനെ വളരെ ചെറുതാക്കിയിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് ലാംഗ്വേജിന്റെ പഴക്കം കാരണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അതാണ് ERRX. അപ്പൊ ERRXും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ഫങ്ഷൻസും വരുന്നത് error.h നിന്നാണ്. ERR.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽസിൽ നിന്നാണ് ഇതിന്റെ ഈ ഇംപ്ലിമെന്റേഷൻസിന്റെ ഡിക്ലറേഷൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, എന്തേലും പറയാനുണ്ടോ സഞ്ജയ്? ഞാൻ എന്തേലും കവർ ചെയ്തതില് ഇല്ല ഇല്ല ഇല്ല, ഇനി അടുത്തിലോട്ട് അടുത്തിലേക്ക് പോവാം. പോവാം. അപ്പോ നമ്മള് സോക്കറ്റ് പ്രോഗ്രാമിംഗിലേക്ക് കടക്കുമ്പോൾ സ്പെസിഫിക്കലി ലിനക്സിൽ നമ്മൾ കവർ ചെയ്യുന്നത് ലിനക്സിലായിരിക്കും. ഇപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സിയിൽ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാം, ഇവിടെ നെറ്റ് DBയും സോക്കറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ലിനക്സ് സ്പെസിഫിക് ആയിട്ടുള്ള ഹെഡറുകളാണ്. അപ്പോ ഇത് അല്ല, ലിനക്സിന്റെ socket.h എനിക്ക് തോന്നുന്നു BSDയുടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ഈ netdb.h ഐ എം പ്രിറ്റി ഷ്യൂർ ഇറ്റ്സ് ലിനക്സ് സ്പെസിഫിക്. നമുക്കത് ചോദിച്ചു നോക്കാം. സോറി ടു ഇന്ററപ്റ്റ്. അതായത് ആ രണ്ടാമത് കാണിച്ചൊരു ഇതില്ലേ, /socket.h, ആ അത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈക്ക് സോക്കറ്റ് ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഒരു അറിവില്. ഫോർ അതെ എക്സാമ്പിൾ ആ അതെ ADDR ഉപയോഗിച്ചേക്കണ ഇതില്ലേ. അതെ അതെ. ആ സോക്ക് അതെ, ADDR ഇൻഫോ ഇതെല്ലാം വരുന്നത് അതിൽ നിന്നാണ്. അപ്പൊ അല്ല, എന്റെ കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ അത് BSD സ്പെസിഫിക് ആണോ ലിനക്സ് സ്പെസിഫിക് ആണോ അതോ പോസിക്സ് സ്റ്റാൻഡേർഡിലുള്ളതാണോ എന്നാണ്. അപ്പൊ അതാണ് ഞാൻ ചെക്ക് ചെയ്യാൻ എൻ്റെ ഉദ്ദേശിക്കുന്നത്. ഒരു ഇതില് പോസിക്സ് സ്റ്റാൻഡേർഡിലുള്ളതാണെന്നാണ് എൻ്റെ ഒരു സ്റ്റാൻഡേർഡിലുള്ളതാണല്ലോ. നിഗമനം. ഓക്കെ 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 ആ, ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ഓക്കെ ഓക്കെ. ഈസ് പോസിക്സ്, അതെ അതെ, socket.h പോസിക്സിലുള്ളതാണ്. സോ ഞാൻ ഒരു മിസ്റ്റേക്ക് വരുത്തി, നേരത്തെ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട്. sys/socket.h പോസിക്സ് സ്റ്റാൻഡേർഡിലുള്ളതാണ്. നെറ്റ് ഡി ബി നെറ്റ് ഡി ബി
ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ഞാൻ പറഞ്ഞത് ഓൾമോസ്റ്റ് തെറ്റായിരുന്നു. ഈ പറഞ്ഞ രണ്ട് സാധനവും നെറ്റ് ഡി ബി ഡോട്ട് എച്ചും സിസ് സോക്കറ്റ് ഡോട്ട് എച്ചും ബോത്ത് ഓഫ് ദീസ് ഹെഡേഴ്സ് ആർ കമ്മിങ് ഫ്രം പോസിക്സ് സ്റ്റാൻഡേർഡ്, വിച്ച് ഇസ് വെരി വിയേർഡ്. കാരണം എനിക്കിത് കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്നൂ സോഴ്സ് കൊടുക്കേണ്ടി വന്നു. ഇത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇവിടെയൊക്കെ എനിക്ക് എറർ വരും. ADDR info ഒന്നും വർക്ക് ചെയ്യില്ല. അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയുന്ന എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഗ്നൂ സോഴ്സ് ഡിസ് എനേബിൾ ചെയ്യുമ്പോൾ മാത്രമേ അത് വർക്ക് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തിരുന്നെങ്കിൽ ഉപകാരപ്രദമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അപ്പൊ ഇവിടെ ഒരു അഡ്രസ് ADDR info ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമുക്ക് ആഹ്, ഈ ഒരു സ്ട്രക്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്നാണല്ലോ നമ്മുടെ പ്രോഗ്രാമിംഗ് തുടങ്ങുന്നത്. അപ്പോ അത് ഇത് നിലവിൽ ഇതിന്റെ ഹിൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു വേരിയബിൾ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എൻകൗണ്ടർ ചെയ്യുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും രണ്ട് പോയിന്റേഴ്സിനെ പറ്റി. അപ്പൊ നമ്മൾ ആദ്യം ഹിൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്ട്രക്റ്റിനെ നമ്മൾ സീറോയിലേക്ക് ഇനീഷ്യലൈസ് ചെയ്യണം. അതായത് ഫുൾ മെംസെറ്റ് ചെയ്യാണ് സീറോയിലേക്ക്. ഇത് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് പോലെ അല്ല സി. നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ജാർഗൺ വാല്യൂസ് ഉണ്ടാവും. അപ്പൊ ആ വാല്യൂവിനെ ഫുൾ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ വാല്യൂവിനെ ഫുൾ ന്യൂട്രലൈസ് ചെയ്ത് ഫുൾ സീറോ സീറോ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ മെംസെറ്റ് കൊടുക്കുക, മെംസെറ്റ് ഇൻവോക്ക് ചെയ്യുക. ഇത് മെംസെറ്റ് വരുന്നത് സ്ട്രിംഗ് ഡോട്ട് എച്ചിൽ നിന്നാണ്. ഈ ഹെഡറിൽ നിന്നാണ് മെംസെറ്റ് വരുന്നത്. പോയിന്റർ ടു ദ സ്ട്രക്ട് കൊടുക്കുക. അല്ല, അതെ, അഡ്രസ് കൊടുക്കുക. പോയിന്റർ അല്ല, അഡ്രസ് കൊടുക്കുക. ആഹ്, എന്ത് വാല്യൂ ആണ് ഫില്ല് ചെയ്തിട്ട്, അപ്പൊ നമുക്ക് സീറോ ആണ് ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ സൈസ് കൊടുക്കുക. അപ്പൊ അത്രയും കൊടുക്കുമ്പോഴേക്കും ആ വാല്യൂസ് ഫുൾ സീറോഡ് ഔട്ട് ആവും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ADDR info ഉപയോഗിച്ചിട്ട്, ഈ ADDR info എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മള് റിസൾട്ട് ക്വറി ചെയ്യുമ്പോൾ, DNS റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആഹ്, അതായത് ഏത് രീതിയിൽ ചെയ്യണം എന്ന് കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഹിൻസ്, ഈ ADDR ഹിൻസ്. അപ്പൊ നമ്മൾ പറയാണ് ഫാമിലി അഡ്രസ് ഇൻഫോ ഫാമിലി അൺസ്പെസിഫൈഡ് ആണ്. ഇതിന്റെ അർത്ഥം IPv4 അല്ലെങ്കിൽ IPv6 ഏതും വേണമെന്നുണ്ടെങ്കിലും മാച്ച് ചെയ്യാം എന്നാണ്. ബേസിക്കലി ഇതിന് പകരം AF ഐനെറ്റ് ഉണ്ട്, INET6 ഉണ്ട്. ഈ കാണുന്ന രണ്ട് വാല്യൂസ് ആണ് ഉള്ളത് മെയിൻ ആയിട്ട്. ബാക്കി കാണുന്ന വാല്യൂസ് ഉപയോഗിക്കാൻ പറ്റേണ്ടതാണ്. സ്പെസിഫിക്കലി എനിക്ക് അറിയത്തില്ല എന്താണ് ഈ ഓരോ ഇൻഡിവിജ്വൽ വാല്യൂ ചെയ്യണമെന്ന്. ബട്ട് ഈ ഐനെറ്റ് IPv4 ആണ്. ഐ ഈ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ഇപ്പോൾ IPv4 അഡ്രസ്സുകൾ മാത്രമേ റിസോൾവ് ചെയ്യുള്ളൂ. INET6 കൊടുത്തു കഴിഞ്ഞാൽ IPv6 അഡ്രസ്സുകൾ മാത്രമേ അത് റിസോൾവ് ചെയ്യുള്ളൂ. ആഹ്, രണ്ടും ക്വറി ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അൺസ്പെസിഫൈഡ് കൊടുക്കണം. അപ്പൊ അതിനാണ് അൺസ്പെക്ക് കൊടുക്കുക. ഇനി സോക്ക് ടൈപ്പ് സോക്ക് സ്ട്രീം എന്ന് കൊടുക്കും. ഇത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് ആഹ്, നമുക്ക് രണ്ടു തരം കണക്ഷനാണ് ഉള്ളത് കേണലില്. ഓക്കെ, അത് രണ്ടു തരം കണക്ഷനാണ് കേണൽ ലെവലിലുള്ളത്. UDPയും TCP. ഇത് രണ്ടും കേണലിന്റെ ഉള്ളിലുള്ള ഫങ്ഷനാലിറ്റി ആണ്. അപ്പോ UDP ആണ് ആണെന്നുണ്ടെങ്കിൽ അത് ഡാറ്റാഗ്രാമുകളായിരിക്കും. TCP ആണെന്നുണ്ടെങ്കിൽ അത് സ്ട്രീം ആയിരിക്കും. അപ്പോ നമുക്ക് ഇവിടെ TCP കണക്ഷൻ ഉപയോഗിച്ചിട്ട് റിസോൾവ് ചെയ്യാനാണ് നമ്മൾ പറയണത്. അപ്പൊ DNS ബേസിക്കലി ഇവിടെ DNS റെസൊല്യൂഷൻ ആണ് നടക്കണേ. അത് TCP വഴിയാണ് DNS യൂസ് ചെയ്യുന്ന TCP ആണെന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ടായിരിക്കണം സോക്ക് സ്ട്രീം യൂസ് ചെയ്യുന്നത്. എനിക്ക് അവിടെ ഒരു വ്യക്തത കുറവുണ്ടെന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആണ്. എനിവേ,
യാ, ഓക്കെ. നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പൊ ഇൻ സ്റ്റാറ്റസ്, അപ്പൊ സ്റ്റാറ്റസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് എ ഡി ഡി ആർ ഇൻഫോ വിളിക്കുമ്പോ ഗെറ്റ് എ ഡി ഡി ഇൻഫോ ഇതാണ് ഇനി അടുത്ത ഫംഗ്ഷൻ. ഗെറ്റ് എ ഡി ഡി ആർ ഇൻഫോ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡി എൻ എസ് റെസൊല്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് ഡി എൻ എസ് റെസൊല്യൂഷന് വേണ്ടി മാത്രമല്ല ഇത്, നമ്മുടെ സ്വന്തം ഐ പിയും ക്വറി, അതായത് ഇപ്പൊ ലാപ്ടോപ്പിന്റെ ഐ പി അഡ്രസ്, ലോക്കൽ അഡ്രസ്സിനകത്തേക്ക് ക്വറി, ഇതിപ്പോ ഉദാഹരണത്തിന് നമുക്കൊരു സെർവറാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും ഉപയോഗിക്കുക. നമുക്കൊരു ഐ പി അഡ്രസ്സ് കിട്ടണമല്ലോ ബൈൻഡ് ചെയ്യാനായിട്ട്, ബൈൻഡ് ചെയ്ത് ലിസൺ ചെയ്യാനായിട്ട്. അപ്പോൾ അപ്പോഴും നമ്മൾ യൂസ് ചെയ്യണ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഗെറ്റ് ഡി ഡി ആർ ഇൻഫോനകത്തേക്ക് എ ഡി ഡി ആർ ഇൻഫോ സ്ട്രക്ട് പോപ്പുലേറ്റ് ചെയ്ത് പാസ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇവിടെ ഡൊമെയിൻ ഒന്നും കൊടുക്കില്ല, നമ്മളിവിടെ നള്ളെന്നായിരിക്കും പാസ് ചെയ്യണേ. പകരം ഏത് പോർട്ടിലേക്കാണ് നമുക്ക് ബൈൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഉദാഹരണത്തിന് 80, എനിക്കൊരു വെബ് സെർവർ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 80യിലേക്കായിരിക്കും ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോ നമുക്ക് പഴയതിലേക്ക് തന്നെ കൊണ്ടുപോകാം കോഡ്. അപ്പൊ ഗെറ്റ് എ ഡി ഡി ആർ ഇൻഫോനെ വിളിക്കും. ഡൊമെയിൻ കമാൻഡ് ആർഗ്യുമെന്റ്സിന്ന് ആദ്യത്തെ എടുക്കും. അതായത് ആദ്യത്തെ അല്ല, രണ്ടാമത്തെ എടുക്കും. രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ വൺ ആ ബൈനറിയുടെ പേര് തന്നെയായിരിക്കും. അതായത് ഗെറ്റ് ഡി ഡി ആർ ഇൻഫോ ടെസ്റ്റ് 4 എന്ന് പറഞ്ഞ ബൈനറിയുടെ പേര് തന്നെയായിരിക്കും. രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആണ് ഇവിടെ എടുക്കുന്നത്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത വാല്യൂ എന്താണോ അത്, ഇപ്പൊ www.google.com എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും എടുക്കുക. അപ്പോ അത് ഇതിനകത്തേക്ക് പാസ് ചെയ്യും. പിന്നെ ഒരു പോർട്ട് നമ്പർ പാസ് ചെയ്യും. പോർട്ട് നമ്പർ ഇവിടെ ആവശ്യമില്ല, അവിടെ നമ്മൾ നള്ളായിരിക്കും പാസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഹിൻസ് ഇതിന്റെ അഡ്രസ്സ് ഇതിനകത്തേക്ക് കൊടുക്കും. ഓക്കെ, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോണത് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഇത്രയും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോണ ഇപ്പൊ ഐ പി അഡ്രസ്സ്, ഇപ്പൊ google.comന്റെ ഐ പി അഡ്രസ്സ് നമുക്ക് റിസോൾവ് ചെയ്ത് കിട്ടും. ആ കിട്ടാൻ പോണത് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ടായിരിക്കും. എ ഡി ഡി ആർ ഇൻഫോ സ്ട്രക്റ്റിന്റെ ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ടായിരിക്കും. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോയിന്റർ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ട് അതിന്റെ അഡ്രസ്സ് എടുത്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പൊ ഇവിടെ ഞാൻ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ കാണാം സ്ട്രക്ട് എ ഡി ഡി ആർ ഇൻഫോ സ്റ്റാർ സ്റ്റാർ റെസ്ട്രിക്ട് പി ഐ. ഇതാണ് റിസൾട്ട് സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഗെറ്റ് ഐ ഡി എഫ് ഇതൊരു സിസ്കോൾ പോലെയാണ്. ഇത് റിട്ടേൺ ചെയ്യുന്നത് എറർ കോഡാണ്. ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ ഇങ്ങനെ പോയിന്റർ വഴിയാണ് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ സ്റ്റാറ്റസും കാര്യങ്ങളും എല്ലാനും അതായത് ഇത് സക്സസ് ആയോ ഫെയിലിയർ ആയോ എന്നുള്ള ഇൻഫോർമേഷൻ സ്റ്റാറ്റസ് ആയിട്ട് റിട്ടേൺ ചെയ്യാണ് ചെയ്യുക. നമ്മൾക്കത് സീറോ അല്ലെങ്കിൽ, സീറോ എന്ന് പറഞ്ഞ സക്സസ് ആണ്, സീറോ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എക്സിറ്റ് ഫെയിലിയർ ആണ് ചെയ്യണത്. ഇതൊരു സിസ്കോൾ ആയതുകൊണ്ട് ഗ്ലോബൽ എറർ നമ്പർ സെറ്റ് ആവും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇവിടെ ERR ഉപയോഗിക്കണം. കാരണം ആ കോഡ് കൺസോളിലേക്ക് ലോഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ സഞ്ജയ്? ഇല്ല ഇല്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അതിനുശേഷം നമുക്ക് കാണാനുള്ളത് ഇവിടെ ഒരു പോയിന്റർ, വേറൊരു പോയിന്ററും കൂടെ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, സ്റ്റാർ പി എന്ന് പറഞ്ഞിട്ട്. ഇത് നമുക്ക് കിട്ടിയ ലിങ്ക്ഡ് ലിസ്റ്റിനെ ട്രാവൽസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സോറി. അപ്പോ നമ്മളിവിടെ പി സിക്കൽ ടു റസ് എന്ന് എഴുതും. അത് ആ പോയിന്റർ അങ്ങനെ തന്നെ പിയില്, ആ റിസൾട്ട് പോയിന്റർ അങ്ങനെ തന്നെ പിയിലേക്ക് എടുക്കും. പിന്നെ പി ഏറ്റവും അവസാനത്തെ നോഡിന് നള്ളായിരിക്കും വാല്യൂ, ആ നോഡിന്റെ വാല്യൂ നള്ളായിരിക്കും. അപ്പൊ നമ്മൾ ഐട്രേറ്റ് ചെയ്ത് ഏറ്റവും അവസാനം നള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ലൂപ്പ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പി നോട്ടിക്കൽ ടു നള്ളെന്നായിരിക്കും എഴുതുക. ആഹ് അതായത് നള്ളല്ലാത്തോളം കാലം ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ
നമ്മൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയുടെ ഉള്ളിൽ, അതായത് ഈ അഡ്രസ് ഇൻഫോന്റെ ഉള്ളില് എ ഐ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിനകത്താണ് അടുത്ത ADDR ഇൻഫോന്റെ ഇൻഫോർമേ ലൊക്കേഷൻ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ പോയിന്റർ ആക്സസ് ഇത് പി ഇറ്റ് സെൽഫ് പോയിന്റർ ആയതുകൊണ്ട് ഈ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടായിരിക്കും എ നെക്സ്റ്റ് എടുക്കുന്നത്. അത് എടുത്ത് പിയിലേക്ക് അസൈൻ ചെയ്യും. ഇത് ജസ്റ്റ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനെ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർ ലൂപ്പാണിത്. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇതിനകത്തില്ല. അതിനുശേഷം നമ്മളിവിടെ ചുരുക്കം വരും. പറഞ്ഞാൽ ഉം, പറ. ഒരു പോയിന്ററിനെ ഓരോ നോട്ട്സിലോട്ടും ഇങ്ങനെ വിസിറ്റ് ചെയ്ത് കൊണ്ടുപോകാം, അങ്ങനെയാണോ? കൊണ്ടുവന്നു, അതെ, എക്സാക്ട്ലി. ആ. അതിനുശേഷം നമ്മള് പോയിന്റർ പോയിന്റർ ഇരിക്കണ ഇതൊരു ADDR ഇൻഫോ ആയിരിക്കും. അതിന്റെ AI ഫാമിലി ചെക്ക് ചെയ്യും. ആഹ് അത് AFINET ആണോ, AFINET എന്ന് പറഞ്ഞാൽ IPv4 എന്നാണ് അർത്ഥം. അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. AFINET അല്ലെങ്കിൽ AFINET 6 ആയിരിക്കും. ആഹ് അപ്പോ AFINET ആണെങ്കിൽ നമ്മളിവിടെ ടൈപ്പ് വൺ ചെയ്യും. ഇതാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ സംസാരിച്ചത്. ആഹ് അതിനകത്തുനിന്ന് പിയിലെ ADDR എന്ന് പറഞ്ഞ ഫീൽഡിലാണ് IP അഡ്രസ് ഇരിക്കുന്നത്. ആ IP അഡ്രസ്സിനെ ടൈപ്പ് വൺ ചെയ്ത് ഇത് സോക്കഡ്ഡർ ആയിരിക്കും. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സോക്കഡ്ഡർ ആണ്. സോക്കഡ്ഡർ ഇത് സ്ട്രക്റ്റിന്റെ ഈ സ്ട്രക്റ്റിനെ വെച്ച് വർക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോ അതിന് ശേഷം പുതിയതായിട്ട് കൊണ്ടുവന്നതാണ് സോക്കഡ്ഡർ ഇന്ന്. അപ്പോ നമ്മൾ സോക്കഡ്ഡറിൽ നിന്ന് സോക്കഡ്ഡർ ഇന്നിലേക്ക് ജസ്റ്റ് കാസ്റ്റ് ചെയ്യും. അപ്പോ ഈ സോക്കഡ്ഡർ ഇന്ന് ഡിസൈൻ ചെയ്തേക്കുന്നത് ടൈപ്പ് വൺ ആയിട്ടാണ്. സോക്കഡ്ഡറിൽ നിന്ന് ടൈപ്പ് വൺ ചെയ്തിട്ടാണ് സോക്കഡ്ഡർ ഇൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ നമ്മൾ ജസ്റ്റ് കാസ്റ്റ് ചെയ്താൽ മതി, ഇത് വർക്ക് ചെയ്യും. അപ്പൊ ഈ ADDR നമുക്ക് IPv4 എന്ന് പറഞ്ഞ ഒരു പോയിന്ററിലേക്ക് എടുക്കാം. അതിന്റെ ഉള്ളില് എസ്ഇൻ അഡ്രർ എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് ഉണ്ട്. അതിന്റെ അഡ്രസ്സാണ് IP അഡ്രസ്സ്. അത് ആക്ച്വൽ IP അഡ്രസ്സിലേക്ക്, അതായത് ബൈനറി ഫോമില് നെറ്റ് IP അഡ്രസ് ഇരിക്കണ ലൊക്കേഷൻ ആയിരിക്കും ഇത്. അത് നമ്മളൊരു വേരിയബിളിലേക്ക് എടുത്തു വെക്കുന്നു. ഞാൻ പറഞ്ഞത് ആംബിഗ്വസ് ആണോ? എന്തെങ്കിലും ക്ലിയർ ആവാനുണ്ടോ? ബേസിക്കലി ഇതിന്റെ ഉള്ളിൽ ജസ്റ്റ് രണ്ട് ആക്സസ് മാത്രമേ ഉള്ളൂ. SIN അഡ്രലിന്റെ ഉള്ളിലാണ് നമ്മൾ സോക്കിനിലേക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് SIN അഡ്രർ എടുത്തിട്ട് അതിന്റെ അഡ്രസ് എടുക്കുന്നു. അതാണ് IP. എന്നിട്ട് IPv4 IP വെർഷൻ സെറ്റ് ചെയ്യുന്നു. IP6 ആണെന്നുണ്ടെങ്കിൽ സെയിം സാധനം. ഇത് സോക്കഡറിന് സോക്കഡർ ഇൻ 6ലേക്കായിരിക്കും ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അപ്പോ നമുക്ക് അവിടെ സിൻ 6 അഡ്രർ എന്ന് പറഞ്ഞ ഫീൽഡിലായിരിക്കും IP അഡ്രസ്സിന്റെ അത് ബൈനറി ഫോമിൽ ഇരിക്കുന്നത്. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, ബൈനറി ഫോം എന്ന് പറഞ്ഞു. ഇപ്പോഴും നമ്മുടെ ഡാറ്റ ടെക്സ്ച്വൽ ഫോമിലേക്ക് ആയിട്ടില്ല. അതായത് നമുക്ക് കൺസോളിലേക്ക് ലോഗ് ചെയ്യുമ്പോൾ ബൈനറി ഡാറ്റ ലോഗ് ചെയ്തിട്ട് കാര്യമില്ല, ടെക്സ്ച്വൽ ആയിട്ടാണ് IP അഡ്രസ്സ് കാണിക്കാനായിട്ട്. അപ്പൊ അതിനുള്ള ചേഞ്ചസ് ആണ് തൊട്ട് താഴെ കാണുന്നത്. ഈ സോക്കഡ്രിനും സോക്കഡ്ര ഇൻ 6 ഒക്കെ വരുന്നത് ഈ രണ്ട് ഇതിൽ ഹെഡറിൽ നിന്നാണ്, സിസ് സോക്കറ്റിൽ നിന്നും നെറ്റ് DB നിന്നും. അപ്പോ നമ്മള് അതിനുശേഷം ജസ്റ്റ് ഒരു ക്യാരക്ടർ ബഫർ ഇവിടെ ടൈപ്പ് DK, അത് പോയിന്റർ DK ആണ്. അറേ ടു പോയിന്റർ DK ആണ് ഇവിടെ കാണാൻ പോകുന്നത്. ഇനി നമ്മളൊരു ക്യാരക്ടർ അറേ ഡിഫൈൻ ചെയ്തു. IPv6ന്റെ അഡ്രസ് ലെങ്ത് ആണ് വലുത് 4നേക്കാളും. അപ്പോൾ IPv6ന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യാൻ മാത്രം വലുപ്പമുള്ള ഒരു അറേനെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാണ്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്, 46 എന്നാണ് ഇതിന്റെ വാല്യൂ. അപ്പോ എന്നിട്ട് അതിനെ മെംസെറ്റ് ചെയ്യാണ് 0ലേക്ക്. അതിനുശേഷം ഐനെറ്റ് എൻടോപ്പിനെ വിളിക്കും. ഈ ഐനെറ്റ് എൻടോപ്പ് വരുന്നത് അർപ്പ ഐനെറ്റിൽ നിന്നാണ്. ARPA/INET-ൽ നിന്നാണ് ഐനെറ്റ് എൻടോപ്പ് വരുന്നത്. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്റർനെറ്റ് അഡ്രസ്സുകളെ നെറ്റ്വർക്ക്
നെറ്റ്വർക്ക് ഇതിൽ നിന്നും പ്രസന്റേഷനിലേക്ക് മാറ്റുക എന്നാണ് ഇത് ചെയ്യുന്നത്. അതായത് ആഹ്, ഈ ഈ നമ്മുടെ IP അഡ്രസ് ബൈനറി ഫോമിൽ ഇരിക്കുന്നതിനെ സ്ട്രിംഗ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ. അപ്പൊ ഇതിന് ഫാമിലി വേണം, അതായത് അഡ്രസ് ഫാമിലി IPv4 ആണോ IPv6 ആണോ എന്ന് വേണം, IP അഡ്രസ് ഇറ്റ് സെൽഫ് വേണം, കൺവെർട്ട് ചെയ്തതിന് ശേഷം ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ബഫർ വേണം. അതാണ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത അറേ. പിന്നെ എത്ര സൈസാണ് അഡ്രസ് എന്നുള്ള ലെങ്ത്തും വേണം. അതായത് ഈ ബഫറിന്റെ ലെങ്ത് ആണ് വരുന്നത്, എത്ര വേണ്ടതെന്ന്. അതുകൊണ്ട് അത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. അപ്പോ ഏറ്റവും അവസാനം എല്ലാനും നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രീ അഡ്രസ് ഇൻഫോ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിച്ചിട്ട് ആ ലിങ്ക്ഡ് ലിസ്റ്റിന് പാസ് ചെയ്യണം. അപ്പൊ എൻറ്റയർ സാധനം റിലീസ് ആവും. ഇതാണ് ഒരു ബേസിക് സോക്കറ്റ് പ്രോഗ്രാം. അപ്പൊ നമുക്ക് 2 മിനിറ്റ് സമയം കൂടി ഉണ്ട്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ സഞ്ജയ്? ആ ഐനെറ്റ് എൻ ടോപ്പ് എന്നുള്ളത് ആക്ച്വലി എന്താണ് റിട്ടേൺ ചെയ്തു തരുന്നത്? ലൈക്ക് അവിടെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമ്മുടെ IP അഡ്രസ് ഇല്ലേ, ഇവിടെ നമുക്ക് കിട്ടിയ ഈ IP എന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത IP അഡ്രസ്, ആ, അത് ബൈനറി ഫോമിലാണ് ഇരിക്കുന്നത്. അത് നെറ്റ്വർക്ക് ലെയറിൽ ഉപയോഗിക്കാൻ തക്ക വണ്ണത്തിലാണ് അത് ഇരിക്കുന്നത്. അതിന് നമുക്ക് കൺസോളിലേക്ക് ലോഗ് ചെയ്യാൻ പറ്റില്ല, അത് ബൈനറി ഫോമാണ്. അപ്പൊ നോ. ഇത് നെറ്റ്വർക്ക് ടു പ്രസന്റേഷൻ, അതാണ് ഈ N to P എന്നാണ് ഇത് പറയണത്, എൻ ടോപ്പ് എന്നല്ല. ഞാൻ തെറ്റിച്ചാണ് പ്രൊനൗൺസ് അതായത് ചെയ്തത്. ആ, അതായത് TCP ലെയറിലെ നെറ്റ്വർക്കിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് പ്രസന്റേഷനിലേക്ക്. OSI അതെ, ലെയറിലെ അതെ, പ്രസന്റേഷനോട്ട്. ആ, എക്സാക്ട്ലി, എക്സാക്ട്ലി. ആ. അപ്പൊ നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് പ്രസന്റേഷൻ ലെയറിലേക്ക് മാപ്പ് ചെയ്യാണ് ഇത് ചെയ്യുന്നത്. മാപ്പ് ചെയ്യുമ്പോഴേക്കും ഇതിന്റെ വാല്യൂ എവിടെയായിരിക്കും പിന്നീട് സ്റ്റോർ ചെയ്യാണ്ടാവുക? അത് ഒരു ലൈക്ക് ഇപ്പൊ ഫംഗ്ഷൻ ബഫറിലായിരിക്കും. കോൾ ചെയ്തു. ഈ ഓ, ബഫറിലായിരിക്കും, ഈ ബഫ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അറേ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഓ, അറേയിലേക്ക് കിട്ടും, നമ്മൾ അതിനെ പ്രിന്റ് ചെയ്യും, പിന്നെയും ലൂപ്പ് ചെയ്യും, അടുത്ത ഓക്കെ, അഡ്രസ് ക്ലിയർ എടുക്കും. ആണ്. അപ്പൊ ഏറ്റവും അവസാനം നമ്മൾ അതിനെ ഫ്രീയും ചെയ്യണം. ഇത് ഫ്രീ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇല്ലെങ്കിൽ മെമ്മറിയിലേക്ക് ഉണ്ടാവും. ഓക്കെ അപ്പോ ഓക്കെ. ഇതാണ് ഇന്നത്തെ കണ്ടന്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. എന്തെങ്കിലും കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യുക. താങ്ക്സ്. ഓക്കെ സഞ്ജയ്.